ഹലോ ഫ്രണ്ട്സ്, ടെക്കോണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കണം മറ്റൊരു വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിൾ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത്. അതായത് നമ്മുടെ ഒരു ഓവർ ഹെഡ് ക്യാമറ റിഗാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. പേര് വലിയ പേരായിരിക്കും, പക്ഷേ ഭയങ്കര സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഈ ഓവർ ഹെഡ് ക്യാമറ റിഗ് ഞങ്ങൾ മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ യൂട്യൂബിൽ നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കണത് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ മുകളിൽ നിന്നുള്ളൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് മുകളിൽ നിന്ന് ആ ക്യാമറ ഷോട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ആരെ സഹായമില്ലാണ്ട് ക്യാമറ തന്നെ മൗണ്ട് ചെയ്തെടുക്കാം, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിസ്സാര ചിലവിൽ എങ്ങനെ ഒരു ഓവർ ഹെഡ് ക്യാമറ റിഗ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. നിസ്സാര ചിലവെന്ന് ഞങ്ങൾ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ റിഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വെറും PVC പൈപ്പും പിന്നെ നമ്മുടെ ക്യാമറ പിടിപ്പിക്കാനുള്ള ഒരു ബോൾ മൗണ്ടാണ്. 300 രൂപയുടെ ഒരു ബോൾ മൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 700 രൂപ 600 രൂപ താഴെ നമുക്ക് ഈ ഓവർ ഹെഡ് ക്യാമറ റിഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അപ്പോൾ നമ്മൾ കുറേ നേരം റിഗ് എന്ന് പറയുന്നു. ഞങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ഓവർ ഹെഡ് ക്യാമറ റിഗ്, ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് ഒരു ഷോട്ട്, അതായത് മുകളിൽ നിന്ന് താഴോട്ടൊരു വ്യൂ, അതാണ് ഓവർ ഹെഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ റിഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ക്യാമറ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് എക്യുപ്മെൻസും, നമ്മളെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ സഹായിക്കുന്ന എന്ത് എക്യുപ്മെൻസും അതിനെ നമ്മൾ പറയുന്നതാണ്, കോമൺ ആയിട്ട് പറഞ്ഞവരാണ് റിഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ഹെഡ് ക്യാമറ റിഗ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഓവർ ഹെഡ് ക്യാമറ റിഗ് ഉണ്ടാക്കണം നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ അളവുകൾ എന്ന് പറയുന്നത് ഇതാണ്. 4 മീറ്ററിൻ്റെ പൈപ്പ് ഞങ്ങൾ 80 സെൻറ്റിമീറ്ററിന് 2 പൈപ്പായിട്ട് കട്ട് ചെയ്തു, 65 സെൻറ്റിമീറ്ററിന് 2 പൈപ്പായിട്ട് കട്ട് ചെയ്തു, അതുപോലെ 25 സെൻറ്റിമീറ്ററിന് 2 പൈപ്പായിട്ട് കട്ട് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ കൂടാതെ എൽബോകളുണ്ട്, ടീ ജോയിൻസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് എല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറയ്ക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം എടുത്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ 80 സെൻറ്റിമീറ്ററിൻ്റെ PVC പൈപ്പ് എടുത്തേക്കുന്നത്. ആ PVC പൈപ്പിൻ്റെ 40 സെൻറ്റിമീറ്ററിന് അവിടെ വെച്ച് ഞാൻ ഹോൾ ഇട്ടേക്കാണ്. അതെന്ന് വെച്ചാൽ 6 mm ബോൾട്ട് കയറുന്ന രീതിയിലാണ് ഞാൻ അവിടെ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് മുന്നേ നമുക്ക് ബേസ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതായത് ഇതിൻ്റെ സ്റ്റാൻഡ് പോലെയാണ് നമ്മുടെ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ബേസ് സെറ്റ് ചെയ്ത് തുടങ്ങാം. ബേസ് സെറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ആദ്യം എന്ന് വെച്ചാൽ 25 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു കട്ട് ചെയ്തൊരു പൈപ്പ് എടുക്കാം. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നമ്മുടെ എൻ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അതൊരെണ്ണം വയ്ക്കാം. അതുപോലെ നമുക്ക് 4 പൈപ്പുണ്ട്. നമ്മൾ 25 സെൻറ്റിമീറ്റർ 4 പൈപ്പുണ്ട്. 25 സെൻറ്റിമീറ്റർ 4 പൈപ്പിൻ്റെ ഓരോറ്റത്ത് നമുക്ക് ഓരോ എൻ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എൻ ക്യാപ്പ് ഇട്ടു കണ്ടോ. അപ്പോൾ നമ്മുടെ എൻ ക്യാപ്പ് ഇട്ട അതേ PVC പൈപ്പുകൾ നമുക്കിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും 2 PVCയുടെ മറ്റപ്പുറത്തെ അറ്റത്ത് നമ്മൾ 2 ടീ ജോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെ മുകളിലിട്ടാൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിനവിടെ ഇട്ട് കൊടുക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് 2 ടീ ജോയിൻ്റ് ഇടാത്ത എൻ്റെ ഉണ്ട്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെ, നമുക്ക് ആ ടീ ജോയിൻ്റ് ഇട്ട് 2 പീസ് ഇട്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതിൻ്റെ സ്റ്റാൻഡായിട്ടായിരിക്കും ഇങ്ങനെ വന്നത്. ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് PVC നമ്മൾ കണക്ട് ചെയ്താണ് നമ്മൾ ഓവർ ഹെഡ് റിഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ തുടങ്ങും. ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ 65 സെൻറ്റിമീറ്ററിൻ്റെ ആ PVC പൈപ്പ് എടുക്കാം. അതാദ്യം അതിലേക്ക് കയറ്റി കൊടുക്കാം. അതുപോലെ അതെ, ഇപ്പോൾ 2 എണ്ണമായി. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കണമെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് നമ്മൾ 25 സെൻറ്റിമീറ്ററിൻ്റെ 2 പൈപ്പ് എടുത്തു. ആ 2 പൈപ്പിൻ്റെയും 2 അറ്റത്ത് നമ്മൾ എൻ ക്യാപ്പ് ഇട്ടു. എന്നിട്ട് അത് 2 നമ്മൾ ടീ ജോയിൻ്റ് വെച്ച് കണക്ട് ചെയ്തു. ഇതിൻ്റെ ഇപ്പുറത്തെ അറ്റത്തേക്ക് നമ്മൾ 65 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത പൈപ്പ് ഇടുകയാണ്. അതുപോലെ 2 എണ്ണത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ടീ ജോയിൻ്റ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു കണക്ടർ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അടുത്ത പീസിലേക്ക് കണക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റേലും ചെയ്യാം. മറ്റേലും എടുത്ത് നമ്മൾ ഈ ജോയിൻ്റ് ഇടാം. അപ്പോൾ മാക്സിമം ഈ ഭാഗം എന്ന് പറയുന്നത് ഇതിന് നേരെയായിട്ട് വരാമെന്ന് നോക്കാം, മാക്സിമം ശ്രമിക്കുക. എന്നാലും നമ്മുടെ ഓവർ ഹെഡ് റിഗ് നമ്മൾ നേരെയായിട്ട് നിൽക്കുള്ളൂ. നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ശരിയാക്കണത് കണ്ടോ. അപ്പോൾ നമ്മളൊരു ഏകദേശം നമുക്ക് നേരെ കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം ആ ടീയുടെ ആ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ വെച്ചേക്കുന്ന ടീയുടെ ഇങ്ങോട്ട് നേരെ വരാൻ നോക്കാം. എന്നാലും നമ്മുടെ റിഗ് നമുക്ക് നേരെ ഇരിക്കുള്ളൂ. അത് മുഴുവൻ അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ എങ്ങനെ ഇരിക്കണമെന്ന് ശരിക്കും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ 2 പീസുകൾ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഇടാത്ത ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പിൽ ആ പൈപ്പ് എടുക്കാം. ആ പൈപ്പ് എടുത്തിട്ട്
നമ്മൾ. ഇതിൻ്റെ ഒരു അറ്റത്ത് പിടിപ്പിക്കാം. അറ്റം ഇതിൻ്റെ അറ്റത്ത് പിടിപ്പിക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ക്യാമറ റിഗിൻ്റെ അത്രയും ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഹോൾ ഇട്ട ഒരു PVC പൈപ്പിൽ അതുമ്പോൾ നമ്മൾ രണ്ടറ്റത്ത് നമ്മൾ 2 എൽബോ പിടിപ്പിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും എൽബോ പിടിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ പെണ്ണ പിടിപ്പിക്കുക. അതായത് ഈ എൽബോയുടെ ഈ ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് ഈ ഹോളിന് നേരെ നിൽക്കുന്ന രീതിയിൽ പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ 2 എൽബോകൾ നിൽക്കുന്നതും നേരെയാണോ നമ്മൾ മാക്സിമം ശ്രമിക്കുക, നേരെയാക്കാം. അത്യാവശ്യം മാക്സിമം നേരെയാക്കാം. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മൾ ഇത് മേക്കാണ്ട് ഇറക്കി കൊടുക്കും. അതുപോലെ ഞാൻ T ജോയിൻറ്റിൻ്റെ ഇവിടെ ഞാനൊരു കണക്ടർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ എൽബോയുടെ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു കണക്ടർ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിഗിൻ്റെ എത്രയും ഭാഗം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബോൾ മൗണ്ട് നമ്മൾ പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 6 mm 2 ഇഞ്ച് നീളമുള്ള ഒരു ബോൾട്ട് എടുക്കുക. ഈ ബോൾട്ടുമ്പോൾ ഞാനൊരു തകിട് ഇങ്ങനെ ഒരു വളച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഞാനൊരു വാഷർ പോലെ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോൾട്ട് നമ്മൾ കണക്ട് ചെയ്ത് എവിടേക്ക് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ കയറുന്നോളൂ. ഇനി നമ്മൾ വരുന്നില്ല, അത് മുറുകിയിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ നട്ടിട്ട് മുറുകി കൊടുക്കാം. അത്യാവശ്യം നല്ലോണം ടൈറ്റാക്കുക, കാരണം ഇത് വേണ്ടി ക്യാമറ ഇരിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ക്യാമറ നിലത്ത് വീഴാണ്ടൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ സൈസിൽ തന്നെ ഇരിക്കും നമ്മുടെ ഈ ബോൾ മൗണ്ടിൻ്റെ ഇവിടുത്തെ ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് അത് വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അതുകൂടി നമ്മുടെ ഓവർഹെഡ് ക്യാമറ റിഗ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാമറയുടെ അടിയിലും ഇതുപോലത്തെ ഒരു ഹോൾ, ഇതുപോലത്തെ സ്ക്രൂ കയറാനുള്ള ഹോളുണ്ട്, 1/4 ഇഞ്ച് ഹോൾ എന്ന് പറയും അതിന്. അപ്പോൾ നമ്മൾ ക്യാമറ അതിലേക്ക് ജസ്റ്റ് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അതുകൂടി നമ്മുടെ ഓവർഹെഡ് ക്യാമറ റിഗ് കഴിയും. അപ്പോൾ നമ്മുടെ ക്യാമറ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ നോക്കിയിരിക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ ഇത്രയും ഈ അടിയിലത്തെ ഇത്രയും ഭാഗത്ത് ആ സ്പേസിൽ നമുക്ക് എന്താണോ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ റിവ്യൂ ആണ് അത് നമുക്ക് അവിടെ ചെയ്താൽ മതി. റെക്കോർഡ് ബട്ടൺ മാത്രം ഞെക്കി വെച്ചാൽ മതി, ബാക്കിയെല്ലാം ക്യാമറ ശരിക്കും റെക്കോർഡ് ചെയ്തോളൂ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ റിഗുമ്പോൾ നമുക്കൊരു ഫോൺ മൗണ്ട് ചെയ്ത് നോക്കാം. ഫോൺ മൗണ്ട് ചെയ്യാൻ നമ്മുടെ സാധാരണ ഫോൺ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹോൾഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ആദ്യം ഫോൺ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഹോളുണ്ട്. ആ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾട്ട് കയറുന്ന സെയിം സൈസിൽ തന്നെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഫോൺ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. സൂക്ഷിച്ച് ചെയ്യുക, കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ നമ്മുടെ ക്യാമറ റിഗുമ്പോൾ പിടിപ്പിച്ചു. നമ്മുടെ ബോൾ മൗണ്ട് പിടിപ്പിച്ച് വെച്ചേക്കാണ്. നമ്മുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു റെക്കോർഡ് ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മുകളിൽ നിന്നുള്ള നല്ലൊരു വ്യൂ കിട്ടും, നമുക്ക് നല്ലൊരു ഷോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കയ്യിൽ നമ്മൾ അടിയിൽ എന്തെങ്കിലും നമ്മളൊരു ഐറ്റം വെച്ചൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ മുകളിൽ നിന്നുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ശേഷം ചെറിയ ഷോർട്സ് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ നേരത്തെ എങ്ങനെ ചെയ്ത് ഞങ്ങൾ ഷോർട്സിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഫോൺ വെക്കുന്നത്. ഇനി നമുക്കൊരു DSLR ക്യാമറ നമുക്ക് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ മൗണ്ട് ചെയ്ത പോലെ നമ്മുടെ DSLR ക്യാമറ നമ്മുടെ ഓവർഹെഡ് ക്യാമറ ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നമില്ല, നമ്മൾ ഫോൺ മൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ DSLR ക്യാമറ അവസാനം അത് ടൈറ്റായിട്ട് ഇതിൻ്റെ ഇവിടെ ഇരുന്നോളും. നമുക്ക് റെക്കോർഡ് ബട്ടൺ കൊടുത്ത് നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. നമുക്ക് ഇതുപോലെ താഴോട്ടൊരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്താലും ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിലാണ് നമ്മുടെ ഓവർ ക്യാമറ വെക്കണമെങ്കിൽ നമുക്ക് ഈ ക്യാമറയുടെ നേരെ താഴെ നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ എന്ത് സാധനമാണോ നമ്മൾ ചെയ്യുന്നത് അത് വെച്ച് കൊടുത്ത് നമ്മൾ ഷോർട്ട്സ് എടുത്താൽ നല്ല ഐശ്വര്യം കാണാൻ. മുകളിൽ നിന്ന് ആരുടെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓവർഹെഡ് ഷോർട്ട്സ് എടുക്കാം. അതാണ് ശരിക്കും ഓവർഹെഡ് ക്യാമറ റിഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബേഴ്സ് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണവർ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണവർക്ക് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഓവർഹെഡ് ക്യാമറ റിഗ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓവർഹെഡ് ക്യാമറ റിഗിൽ DSLR ക്യാമറ നമ്മൾ മൗണ്ട് ചെയ്ത് എടുത്ത ഷോട്ടുകളാണ്. പക്ഷേ ഭയങ്കര സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ വന്നവരെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നമ്മൾ
ഓപ്ഷൻ കൊടുത്തു നോക്കി. അപ്പോൾ ഞങ്ങൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ പോലെ. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്, അതാണ് വേണ്ടത്. ഓൾസോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടാം, തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വരുന്ന ആഴ്ചകളിൽ ഞങ്ങൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതിൻ്റെ പണിപ്പുരയിലാണ്. പക്ഷേ സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടിയൊക്കെ വരണമെങ്കിൽ നമുക്ക് പുറത്തു പോകാനുള്ള അവസ്ഥയല്ലേ, ഇപ്പോൾ അറിയാലോ. അപ്പോൾ എല്ലാവരും ഭവനങ്ങളിൽ തന്നെയാണ്, അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും, എന്നാലും ഞങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് ഞാനും അനൂപും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.